ഇത് ബോർഡ് മാത്രമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്യൂസ് അടിച്ചു പോകുന്ന കംപ്ലൈൻ്റാണ്. അപ്പോൾ ഫ്യൂസ് അടിച്ചു പോകുന്നെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ ഡയോഡ് ബോർഡിൽ എവിടെ ഷോർട്ടുണ്ട്. ഓക്കെ, ഡയോഡായിരിക്കാം, ട്രാൻസിസ്റ്റർ ആയിരിക്കാം. അപ്പോൾ ഏതായാലും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്യൂസ് പോയിരിക്കുകയാണ്. പിന്നെ ഇത് വേറെ മിന്നലൊന്നുമല്ല, അപ്പോൾ അല്ലാതെ എങ്ങനെ അടിച്ചു പോയതാണ്. ഇപ്പോൾ ഇവിടുത്തെ 4 ഡയോഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഡയോഡ് ഒരു വാല്യൂ വ്യത്യാസമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് അതിൽ വാല്യൂ കാണിക്കുന്നുമില്ല. അതിനർത്ഥം വേറൊന്നുമല്ല, ആ ഡയോഡിന് എന്തോ ഒരു സംതിങ് റോങ്, അതായത് എന്തോ ഒരു ഫോൾട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സെനർ ഡയോഡും ട്രാൻസിസ്റ്ററൊക്കെ അവിടെ ചെക്ക് ചെയ്യുകയാണ്. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം പക്കയായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയോഡ് ഇവിടെ മാറണം. പിന്നെ ഇതാ PTC മാറണം. ഫ്യൂസും ഇതാ ഇപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ആബ്നോർമൽ വാല്യൂ കാണിച്ച ആ ഡയോഡും ഊരിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ വേറെ നല്ലൊരു ഡയോഡ് എടുത്തിരിക്കുകയാണ്. അതിൽ കറക്റ്റ് വാല്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ അതാ ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ വാല്യൂ വന്നിട്ട് പോകുന്നുണ്ട്. ചില സമയത്ത് മാത്രമേ അതിൽ ഒരു റീഡിങ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഡയോഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡയോഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഫ്യൂസ് അടിക്കണ കംപ്ലൈൻറ്റ് വന്നത്. പിന്നെ ആ ട്രാൻസിസ്റ്ററും മാറണം, അതും ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ സെറാമിക് ഡിസ്കുകളുണ്ട്, അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ടെല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഴയതാണ് ഇടുന്നതെല്ലാം. വേറെ സെയിം ബോർഡുണ്ട്, 10-20 ബോർഡുണ്ട് ചൈനയുടെ. ഓക്കെ, ഇപ്പോൾ ഡയോഡൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സംഭവം ഓൺ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് പവർ ലീഡ് കത്തി ഓണായി, ഓസിലേഷനും വന്നു. അപ്പോൾ അതാ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല, എല്ലാം പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.